കുഴപ്പമില്ല. എല്ലാം പൊടി പിടിച്ചു കിടന്നോ? അപ്പൊ ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മള് രണ്ട് മൂന്ന് ആഴ്ചയാവും ഇല്ലേ? അതെ. ഞാൻ വിചാരിച്ച് കുറെ നാളായി കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട്. ഞാൻ വിചാരിച്ച ഒരു ഫുൾ ബോഡി സ്പ്ലിറ്റ് ചെയ്തിട്ട് ആഴ്ചയിൽ ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് വീക്കിലി വൺസാണ് ചെയ്തോണ്ടിരിക്കുന്നത് വെയിറ്റ് ട്രെയിനിങ്. അപ്പം ഞാൻ വിചാരിച്ച് ഒരു ചോയ്സ് അല്ലെങ്കിൽ പ്രൈസ് ആയിട്ട് കുറച്ചൊന്ന് പ്രോഗ്രസ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഫുൾ ബോഡി സ്പ്ലിറ്റ് ആയി ചെയ്യാൻ പോകും. അപ്പം ബേസിക്കായിട്ട് വർക്കൗട്ടൊക്കെ തന്നെ ഉള്ളൂ. ഡെഡ് ലിഫ്റ്റ് ഉണ്ട്, പിന്നെ ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ഉണ്ട്, പിന്നെന്താണ് ഓവർ പ്രസ് ഉണ്ട്, ഷോൾഡർ പ്രസ്, പിന്നെ ബൈസും ട്രൈസും ഏതെങ്കിലും രണ്ടെണ്ണം, സൂപ്പർ സെറ്റ് കുറച്ച്. ഇതാണ് ഇന്നത്തെ വർക്കൗട്ട്. പിന്നെ വർക്കൗട്ടിലോട്ട് പോയാലോ? ഓക്കെ ബാ. പാമ്പ് കഴിഞ്ഞു. ഇനി ആദ്യം ഡെഡ് ലിഫ്റ്റ് തുടങ്ങാം. ഇതാണ് നമ്മുടെ ഡെഡ് ലിഫ്റ്റിന്റെ സെറ്റപ്പ്. ഇനി ജസ്റ്റ് ഒരു 10 ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാം ചെയ്യാം. ഓക്കെ ചെയ്യാറുണ്ട്. എന്നില്ലടാ, ഇന്നലെ ഉറക്കം കൊണ്ട് ക്ലിയർ ആയില്ല. ആണ്. ഇത് സെറ്റ് ചെയ്ത് വരുമ്പോ തന്നെ എനർജി എല്ലാം പോകും. എന്താ 25-20 എടുത്തിട്ട് ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതിന്റെ അവസ്ഥ. ഡെഡ് ലിഫ്റ്റ് അടിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ഇതിന്റെ വല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. 5 6 2 സെറ്റേ കൊടുത്തുള്ളൂ അല്ലേ? നല്ലപോലെ കിതയ്ക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചേ എല്ലാം 2 സെറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. എല്ലാം വർക്കൗട്ടും ശരി കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ബാക്കിയുള്ള വർക്കൗട്ടൊന്നും പ്രോപ്പറായിട്ട് പോകുന്നില്ല. ചിലപ്പോൾ ഞാൻ ഡംബിൾ പ്രസ്സും പിന്നെ ഷോൾഡർ പ്രസ്സും കൂടെ ചെയ്തിട്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ കഥയ്ക്കുന്നു നല്ലപോലെ കഥയ്ക്കുന്നുണ്ട്. ആ ടയർഡായി.
ജസ്റ്റ് ഒന്ന് അനക്കുന്നേ ഉള്ളൂ. അവിടുത്തെ ക്ലയൻസ് ഒക്കെ എന്താ പറയുന്നത് തൃശ്ശൂരില് അമ്പലത്തിന്റെ അവിടെ വെച്ചെടുക്കുന്നത്? കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തതാണ്. എല്ലാം കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആഹാ. ജസ്റ്റ് നമ്മുടെ ബേസിക് മൊബിലിറ്റി ഡ്രിൽ തന്നെ ആകുന്നത് ധാരാളം. ഓ. ഞാൻ തുടങ്ങിയ സമയത്ത് 4-5 പേരൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ അതൊരു 8-10 പേരായിട്ടുണ്ട്. കുഴപ്പമില്ല. പറയട്ടെ. സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഈ 2-3 ആഴ്ച ആവുന്നുള്ളൂ. പിന്നെ അതിന് ഇത്രയും ഡിഫറൻസ് വരത്തില്ല. ഒന്നാമത്തെ കാര്യം വീക്കിലി വൺസാണ് ചെയ്തത്. 2 കൂടി ചെയ്തപ്പോൾ തന്നെ തീർന്നു. ഇന്നത്തെ ട്രൈസ് ചെയ്യുന്നില്ലായിരുന്നു. റൈസും ഡെഡ് ലിഫ്റ്റ് അടിച്ചാൽ തന്നെ ലൈറ്റ് വെയിറ്റ് ഉള്ള ഒന്നാമത്തെ കാര്യം എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മള് നേരത്തെ നല്ല എത്ര ഫോമിലായിരുന്നു പറഞ്ഞാലും നമ്മൾ എത്ര നല്ല എന്താണ് പറയുന്നത് വർക്കൗട്ട് ടെക്നിക്കും എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും നമ്മൾ കുറേ വർക്കൗട്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് നാൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ എന്നിട്ട് പിന്നെയും ഇതിലോട്ട് വരുമ്പോൾ നമ്മൾ ലൈറ്റ് എപ്പോഴും ചെറിയ ടെക്നിക്ക് തുടങ്ങാം. നമ്മൾ ടെക്നിക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായ ശേഷം മാത്രമേ വലിയ വീട്ടിലോട്ട് പോകാം. ആൾക്കാർ അത് വന്ന ഉടനെ ഞാൻ പണ്ടത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വലിയ വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് ചെയ്യും. പെട്ടെന്ന് ഇഞ്ചേർഡ് ആവും. അപ്പോൾ എനിക്ക് കുറച്ച് ഇഞ്ചുറീസ് ഉണ്ട്, കുറച്ച് എന്താണ് മസിൽസൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്റ്റിഫാണ്. അപ്പം നല്ലോണം വാമപ്പ് ചെയ്യണം. ബേസിക്കായിട്ട് ഏതൊരു 2-3 ലിഫ്റ്റ് മാത്രം കൊടുക്കുക. ഒരു നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 2-3 ആഴ്ചയെങ്കിലും ജസ്റ്റ് ബേസിക്കായ ലിഫ്റ്റുകൾ മാത്രം കാര്യങ്ങൾ കൊടുത്തിട്ട് എന്താ വീക്കിലി 2 അല്ലെങ്കിൽ 3 ആഴ്ച അത്രയും പോയാൽ മതി. കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട. ബോഡി ചെറുതായിട്ടൊന്ന് അഡാപ്റ്റ് ആയി വരണം. പിന്നെ നമ്മുടെ ഗെയിനിങ്സ് ഒന്നും പെർമനന്റ് അല്ല. നമ്മൾ എത്ര ഗെയിൻ ചെയ്യുന്നു പറഞ്ഞാലും റിലാപ്സ് ആണ്. നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പഴയ പടിയാവും. ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. 3 ലിഫ്റ്റ് ചെയ്യും, ഡെഡ് ലിഫ്റ്റ് ചെയ്തു, ബെഞ്ച് പ്രസ് ചെയ്തു, ഷോൾഡർ പ്രസ് ചെയ്തു, 2 സ്കിപ്പ് ചെയ്തു, വയ്യ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീക്കിലി എനിക്ക് തോന്നുന്നു നമുക്കിങ്ങനെ വർക്കൗട്ടിൻ്റെ തോന്നുന്ന പോലെ ചെയ്യാൻ എന്താ പറയുക ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇപ്പം ജസ്റ്റ് നമ്മൾ വർക്കൗട്ട് പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് എനിക്കൊരു ഓർഡറിൽ തന്നെ പറഞ്ഞു പോകുമ്പോൾ ആൾക്കാർ കാണുന്നതും കുറച്ച് ബെനിഫിറ്റ് ആവുന്നത് അല്ലേ? എല്ലാം ബേസിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, വാമപ്പിൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് വെയിറ്റ് ട്രെയിനിങ് എന്തൊക്കെ ചെയ്യണം, കാർഡിയോ ചെയ്യണം, കൂൾ ഡൗൺ എക്സസൈസ് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള പ്രോപ്പറായിട്ട് ആ ഓർഡറിൽ തന്നെ നമ്മളും ചെയ്യണമെന്നൊക്കെ കാണുന്നവർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ.